ഇന്നത്തെ നമ്മളെ പണി HDP ചട്ടിയിൽ പച്ചക്കറി തൈകൾ നടന്ന കേട്ടോ. അപ്പൊ ഇതാ നല്ല അടിപൊളി ചട്ടികളാണ്. ഇവിടെ നമുക്ക് 4 നിറമുണ്ട്. ഇങ്ങോട്ട് നോക്ക്, പഴയതില് വയലറ്റ് ഉണ്ട്, പച്ചയുണ്ട്, ഒരു ബ്ലൂ അല്ലേ, ഒരു നീല നിറത്തിലുള്ളത്. ഇങ്ങനെ നമ്മളടുത്തിപ്പോൾ 7 നിറം ചട്ടികളായിട്ടോ. നല്ല ഭംഗിയാണ് ഈ ചട്ടികൾ കാണാന്. അപ്പൊ ഇങ്ങനെ നിരത്തി വെച്ചാൽ തന്നെ ഒരു രസമാണ്. നമുക്ക് ഇതിൽ നിന്ന് പച്ചക്കറി തൈകൾ നട്ടുകൊടുക്കുന്ന പണിയില്ല. ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചട്ടി നല്ല സൂപ്പർ ചട്ടിയൊക്കെ തന്നെയാണ്. ഇപ്പൊ കൃഷിഭവനൊക്കെ നല്ല പ്രൊമോട്ട് ചെയ്യുന്ന ചട്ടിയാട്ടത്. ഇതിലൊരു എന്താ പറയുക, നമ്മളൊരു മിസ്റ്റേക്ക് കണ്ടത്, ഇതിന് ഹോളുകൾ കുറച്ച് ചെറുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഹോളുകൾ ഒന്ന് വലുതാക്കുന്നുണ്ട്, വെള്ളം പോകുന്ന ഹോളുകൾ കേട്ടോ. അപ്പൊ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ മൺചട്ടിയിലൊക്കെ കുറച്ച് ചട്ടി തന്നെ വലിച്ചു പോകും വെള്ളമൊക്കെ. അപ്പൊ അതൊന്ന് റെഡിയാക്കണം. ഇവരിട്ട ഹോളിലും കുറച്ചുകൂടെ ഒക്കെ നമ്മൾ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർക്ക് ഉപയോഗിച്ചിട്ടേ ഹോളൊന്ന് വലുതാക്കുന്ന നല്ലതാ. അപ്പം കൃഷിഭവൻ വഴിയൊക്കെ ഈ ചട്ടികൾ കൊടുക്കുന്നുണ്ട്. ഗ്രോ ബാഗ് ഒക്കെ ഒഴിവാക്കി പ്ലാസ്റ്റിക്കുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള ചട്ടികളാക്കാനാണ് കൃഷിവകുപ്പ് ഇപ്പൊ ശ്രമിക്കുന്നത്. അപ്പൊ അത് വഴി തന്നെ നമുക്ക് 25 ചട്ടികളോളം കൃഷിഭവൻ വഴി ചെറിയ പൈസ നമ്മൾ അടയ്ക്കുന്നതിന് അങ്ങനെ കിട്ടുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ ഫാമിൽ കുറച്ച് ചട്ടികളൊക്കെ മുന്നേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ അടഞ്ഞതൊക്കെ ഒന്ന് കുത്തി ലെവലാക്കിയിട്ട് പറ്റുന്നത്ര ഹോളുകളൊക്കെ ഒന്ന് വലുതാക്കണം. HDP ചട്ടികളൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയിൽ ഒരു 5 വർഷമൊക്കെ ഒരു കുഴപ്പമുണ്ടാവില്ലെന്നൊക്കെ പറയുന്നത്. വെയിൽ തട്ടിയാലൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ ഗ്രോ ബാഗ് ഒക്കെ ആണെങ്കിൽ ദഹിച്ചു പോകും. അതുപോലെ പ്ലാസ്റ്റിക് ചട്ടികളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാലൊക്കെ എന്തെങ്കിലും പൊട്ടൊക്കെ വീഴും. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 1-2 വർഷം കഴിയുമ്പോൾ എന്തായാലും സംഭവിക്കും. ഇതങ്ങനെ കുറച്ചുകൂടെ കാലം നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് നമുക്ക് കുഴപ്പമില്ല. നമുക്കിപ്പോൾ 3 വർഷം 4 വർഷം ആയതൊക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ. അതിനൊന്നും ഒരു കുഴപ്പം ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമുക്കിനി ആദ്യമേ ഒരു ചട്ടി നിറയ്ക്കുന്ന കാണിച്ചത്. അപ്പം എല്ലാത്തിലും നമ്മൾ പറ്റുന്നത്ര ഹോളൊക്കെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. കമ്പനി ഇട്ട ഹോൾ ഉണ്ട്, എന്നാലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുത്തി ലെവൽ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. നല്ല ശ്രദ്ധിക്കേണ്ട, ഇതിൽ വെള്ളം വാർച്ചതിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്, വെള്ളം മാറുന്നു പോകാത്തൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഓടിന്റെ പൊട്ടുകൾ വെക്കുക. ഈ ഹോൾ അടയാത്ത വെക്കാനാണ് നമ്മൾ ഓട് പൊട്ടുകൾ അത് ഇട്ട് വെച്ചാൽ അങ്ങനെ ഗുണമുണ്ട് കേട്ടോ. നമ്മൾ മണ്ണൊക്കെ നിറച്ച് ചെയ്യുമ്പോൾ അത് വന്നിട്ട് അമ്പി കഴിഞ്ഞാൽ ഹോളുകൾ അടിയില്ല. അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഉള്ള ഹോളുകളുടെ അവിടെ ഒരു പൊന്തി നിൽക്കുന്നതുകൊണ്ട് വെള്ളം അടിയിലൂടെ അങ്ങനെ പോയിക്കോളും. ഇന്ന് നമ്മൾ ശീമക്കൊന്നേൻ്റെ ഇല ഇട്ടെടുക്കുന്നത്. ഇത് നല്ല വളമാണ്. അപ്പം ഇത് കരിയിലേക്ക് വരെ നമുക്ക് ഇതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം ഇന്ന് ഇത് കിട്ടി. നമ്മൾ കുറച്ച് വേലിയൊക്കെ വെട്ടാനുണ്ടായിരുന്നു. നമ്മളെ പച്ചക്കറിയൊക്കെ നിർത്തിയിൽ ഷെയ്ഡായിട്ട് നിന്ന വേലി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി അതിൻ്റെ ഇലകൾ നമ്മളിതാ ശീമക്കൊന്നേൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിറയ്ക്കാം. ഇത് പിന്നെ നമ്മൾ എപ്പോഴും ഇവിടെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ്. മണ്ണും മണലും വളമായിട്ട് നമ്മൾ ആട്ടിൻകാഷ്ടായിട്ടുള്ളത്, പിന്നെ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടുണ്ട്. പരമാവധി നമ്മൾ മണലാണ്, മണ്ണ് കുറവാണ്, കൂടുതലും മണലായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പിന്നെ കുമ്മായിട്ട് വെക്കട്ടെ, മണ്ണും കുമ്മായാണ് നമ്മൾ ആദ്യം ഇട്ട് വെക്കുക. അതിലേക്കാണ് മണലും ചാണകപ്പൊടിയും. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വേനലൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചകിരിച്ചോറ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നതാ ഈ ഒരു ലെവലിൽ നിറച്ച് കൊടുക്കുന്നുള്ളൂ. എന്തായാലും ഒന്ന് ഇരിക്കും. പിന്നെ നമ്മൾ തൈകൾക്ക് പിന്നെ മണ്ണിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു ഈ ലെവലിൽ മതി. അപ്പോൾ വേഗം നമുക്ക് ചട്ടികളൊക്കെ ഇനി ഇതുപോലെ നിറച്ച് വെക്കാം. അപ്പോൾ നമ്മൾ ചട്ടികളൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടോ, എല്ലാം നല്ല ലെവലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൈകൾ നട്ടു കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ നട്ടു കൊടുക്കുന്ന തൈകൾ ഇനി അങ്ങോട്ട് കൃഷി ചെയ്യുന്നത് ഇപ്പം ശീതകാലമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ തക്കാളി, വഴുതന, പച്ചമുളകൊക്കെ നട്ടു കൊടുക്കുക. പിന്നെ പയറും ബീൻസും വേറെ നട്ടു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ ഇനി വഴുതനയും തക്കാളിയാണ് കൂടുതൽ നട്ടു കൊടുക്കുക. പച്ചമുളക് നട്ടു കൊടുക്കുന്നത്, പച്ചമുളക് നമ്മളിപ്പോൾ നട്ടത് ഗ്രോ ബാഗിൽ വിളവായി വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളിയുടെ തൈ വെച്ച് കൊടുക്കാം. ഇത് ട്രയൽ വെച്ചിട്ട് കുറച്ച് ദിവസമായി, തൈകളൊക്കെ കുറച്ച് പൊന്തി വന്നിട്ടുണ്ട്. തക്കാളിയുടെ തൈ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെരിച്ച് വെച്ച് കൊടുത്താൽ നല്ലതാണ്. ഇവിടെ നിന്നൊക്കെ വേര് വരും. ഒന്ന് കിടത്തി വെച്ച് കൊടുക്കുക ചെറുതായിട്ട്. ഞാൻ ചെരിച്ചിട്ട് വെച്ച് കൊടുക്കുക. പൊന്തി വരുമ്പോൾ എന്തായാലും നമുക്ക് മണ്ണിട്ട് കൊടുക്കാനുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ മാത്രം നമ്മൾ മണ്ണ് നിറച്ചിട്ടുള്ളത്. ചില തൈയൊക്കെ ട്രയലൊന്ന് ചെരിഞ്ഞിട്ടുണ്ട്, അതിനൊക്കെ ചെറിയ ചെരുവുണ്ട്. ട്രയൽ കൂടുതൽ ദിവസം തൈകൾ നിന്നാൽ ക്ഷീണം കൊടുക്കും കേട്ടോ. എന്നുവെച്ചാൽ അതിന് വളർച്ചയ്ക്ക് മുരടിപ്പ് വരും. പക്ഷേ ഇനി വേഗം നമ്മൾ ഇങ്ങനെ ചട്ടിയിലേക്ക് മാറ്റിയോണ്ട് പെട്ടെന്ന് വളർന്നു കിട്ടും. കുറേ ദിവസമൊക്കെ നമ്മൾ ട്രയൽ വെച്ചാലും തൈകൾ കുറച്ച് മുരടിപ്പ് വന്നാലും നേരെ മാറ്റി നിർത്തുന്ന സമയത്തൊക്കെ
നല്ല രീതിയിൽ തന്നെ വളർന്നു കിട്ടലുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ കൂടുതൽ ദിവസം വെക്കാൻ പാടില്ല നമ്മള്. തൈകൾ പൊന്തി കഴിഞ്ഞാൽ ഇതുപോലെ ലോക്കായി പോകും. വഴുതന നമുക്ക് റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലും ഇതുപോലെ ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കാൻ പറ്റുള്ളൂ. കുരങ്ങിന്റെ ശല്യം കാരണേ നമ്മളെ തോട്ടത്തിന്റെ ഉൾഭാഗത്തൊന്നും നമുക്ക് നട്ടു കൊടുക്കാൻ പറ്റില്ല. പച്ചമുളക് ചെയ്യുന്ന സ്ഥലത്തും ക്യാബേജ് ചെയ്യുന്ന സ്ഥലത്തൊന്നും വഴുതന കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് റിസ്ക് എടുത്താണ് വഴുതന കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ പോളിയോസിന്റെ ഉള്ളിൽ റെയിൻ ഷെൽട്ടറിന്റെ ഉള്ളിലൊക്കെ നമുക്ക് കുറച്ച് വഴുതന ഉണ്ട്. അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് റെഡിയാക്കണം. അതിനുശേഷം വിളവ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ വിളവെടുക്കുന്ന ഇഷ്ടംപോലെ കാണിച്ചാണ്. ആ ഒരു പ്രശ്നമുണ്ട്. ഇതിന് നമ്മൾ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കുന്നതുകൊണ്ട് അങ്ങനെ കുരങ്ങിന്റെ ശല്യം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുക്കുന്നത്. തൈകളൊന്ന് നനച്ചു കൊടുക്കുക. സ്പീഡിലൊരു നന ഇതുപോലെ നനച്ചു കൊടുത്തേ. പറ്റുന്ന എല്ലാവരും HDP ചട്ടിയിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യാൻ നോക്കുക. ഇനി അങ്ങോട്ട് ഗ്രോ ബാഗൊക്കെ മാറി എല്ലാവരും HDPയിലോട്ട് വരും. ഇപ്പോൾ കൃഷിഭവനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ചട്ടികൾ ഇതാണ്. നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചട്ടികളൊക്കെ സബ്സിഡി നിരക്കിൽ കിട്ടുന്നതാണ്.